മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ ഭർത്താവിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ 38-കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭർത്താവിന് മയക്കുമരുന്ന് നൽകിയ ശേഷം ബാറ്റ് കൊണ്ടടിച്ച് കൊന്നു വീടിനുള്ളിൽ നിർമ്മിച്ച അറയിൽ മൂടാനായിരുന്നു ഭാര്യയുടെ പദ്ധതി. പദ്ധതി പാളിയതോടെ പ്രവീൺ ജഗതാവ് മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടുകയും ഭാര്യ ഷർമിള അഴിക്കുള്ളിലാവുകയും ചെയ്തു. ജൂലൈ 30-നാണ് ഷർമിള പ്രവീണിനെ കൊല്ലാനുള്ള പദ്ധതികൾ തയ്യാറാക്കി തുടങ്ങുന്നത്. അങ്ങനെ തയ്യാറാക്കിയ പദ്ധതികളിൽ നടപ്പാക്കാൻ തെരഞ്ഞെടുത്ത ഒന്നാണിത്. ജ്യൂസിൽ ഉറക്ക ഗുളിക കലർത്തി നൽകി. അത് വിജയിച്ചു. 2 ദിവസത്തോളം പ്രവീൺ അബോധാവസ്ഥയിലായി. ധൈര്യം സംഭരിച്ച ഷർമിള 2-ാം ദിവസം പ്രവീണിനെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് പലതവണ അടിച്ചു. വീടിനുള്ളിൽ ഒരാളെ മൂടാനുള്ള കുഴി നിർമ്മിച്ച ശേഷമായിരുന്നു ഷർമിളയുടെ നീക്കങ്ങൾ. ഇഷ്ടികയും സിമന്റും ഉപയോഗിച്ചാണ് ഈ അറ ഉണ്ടാക്കിയത്. അടിച്ച് ബോധരഹിതനാക്കി പ്രവീണിനെ ഇതിനുള്ളിലിട്ട് മൂടാനായിരുന്നു ഷർമിളയുടെ പദ്ധതി. എന്നാൽ പ്രവീണിന്റെയും ഷർമിളയുടെയും വീടിനുള്ളിൽ ഇത്തരമൊരു അറ നിർമ്മിച്ചു നൽകിയ തൊഴിലാളികൾക്ക് തോന്നിയ അസ്വാഭാവികതയാണ് കൊലപാതക ശ്രമത്തെ വിഫലമാക്കിയത്. ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോയ ശേഷം ചില സംശയങ്ങൾ തോന്നിയ തൊഴിലാളികൾ വീട്ടിലേക്ക് തിരികെ വന്നു നോക്കി. അപ്പോഴാണ് പ്രവീണിനെ അറയ്ക്കുള്ളിൽ കിടത്താൻ ശ്രമിക്കുന്ന ഷർമിളയെ അവർ കാണുന്നത്. ഉടൻ തന്നെ നിർമ്മാണ തൊഴിലാളികൾ പോലീസിനെ വിവരം അറിയിച്ചു. പിന്നാലെ പ്രവീണിന്റെ അച്ഛൻ നൽകിയ പരാതിയിൽ ഷർമിളയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അവൾ എനിക്ക് ഉറക്ക ഗുളികകൾ നൽകി. ഞാൻ 2 ദിവസത്തോളം ഉറങ്ങിപ്പോയി. 3-ാം ദിവസം അവൾ എന്നെ ബാറ്റ് കൊണ്ട് അടിക്കുന്നതിനിടയിലാണ് നേരിയ ബോധം വന്നത്. എന്നെ അടിക്കരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവൾ കേട്ടില്ല. അതിനുശേഷം അവൾ എന്നെ എടുത്ത് കുഴിയിൽ കിടത്തി. എന്നാൽ പണിക്കാർ വന്നപ്പോൾ എന്റെ കയ്യോ കാലോ അനങ്ങുന്നത് അവർ കണ്ടു. അവർ പോലീസിനെ വിളിച്ചതുകൊണ്ടാണ് എന്റെ ജീവൻ രക്ഷപ്പെട്ടത്. ഇത് പ്രവീണിന്റെ വാക്കുകളാണ്. स्लीपिंग पिल्स दिल्यामुळे मी गुरुवारी पूर्ण दिवस पूर्ण रात्र, शुक्रवारी पूर्ण दिवस पूर्ण रात्र आणि शनिवारी मला थोडीशी जाग आली कारण का ते मला बॅटने मारत होते. अजून माझी मिसेस होती बॅटने मारत होते. ഷർമിള തന്നെ ഉപദ്രവിച്ചതിനും കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും പിന്നിൽ ദുർമന്ത്രവാദത്തിലുള്ള വിശ്വാസമാണെന്നാണ് പ്രവീണിന്റെ ആരോപണം. ऐसा कुछ समाधि जैसा कुछ चीज है क्या अपने पास, कोई चल रहा है क्या? मैंने ये सब झूठ बता रहे. तो मैंने अंदर जाके तो थोड़ा घर का थोड़ा सा मुआयना किया, थोड़ा चेक किया मैंने घर में. तो थोड़ा सा मुझे डाउन हो गया क्या सही में कुछ तो इधर घट गया है. तो इन्फॉर्मर का भी वही कहना था कि अंदर जो बॉक्स है, जो ईट का जो कंस्ट्रक्शन है, कंस्ट्रक्शन के अंदर जो चादर और तकिया है. എന്നാൽ മേൽപ്പറഞ്ഞ സംഭവങ്ങളിലെല്ലാം വലിയ ദുരൂഹതകളാണ് ബാക്കിയാകുന്നത്. പ്രവീണിന്റെ ആരോപണങ്ങളെല്ലാം ശരിയാണോ? സമഗ്രമായ അന്വേഷണത്തിന് ശേഷമേ ഈ കേസിനു പിന്നിലെ യാഥാർത്ഥ്യം പുറത്തുവരൂ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.